ആദ്യം തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം തരാനുണ്ട്. ഇന്ന് മൊത്തം വയലൻസ് ആണ്. വെറും വയലൻസ് അല്ല, നല്ല നാടൻ സ്റ്റൈൽ വയലൻസ്. ഞങ്ങള് പണ്ട് ചെയ്യാൻ പഠിച്ച കാര്യങ്ങളല്ല, ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ പണ്ട് ചെയ്യാൻ പഠിച്ച കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് മണിയാശാന്റെ ഭീഷണി. ഈ ഭീഷണിക്ക് പിന്നിലെ കഥ ആരംഭിക്കുന്നത് കുറച്ചു ദിവസം മുമ്പാണ്. CPM നേതാവ് S. രാജേന്ദ്രൻ BJPയിൽ ചേരുന്ന ദിവസം. വാതിൽ തുറന്നിട്ടുണ്ട്, എപ്പോൾ വേണേലും പോകാം എന്ന വാചകങ്ങളിലൂടെ പല തവണകളും ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദ്രവിക്കരുത് എന്ന്. വേട്ടയാടുകയും അവഹേളിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലതും സഹിച്ചു. പാർട്ടിക്കുള്ളിലെ പല വേട്ടയാടലുകളും സഹിച്ചു മടുത്തു. ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് രാജേന്ദ്രൻ ജി പെട്ടിങ്ങിടക്കെടുത്ത് അപ്പൻ ഇറങ്ങി. അയാള് BJP പോവോ ചെകുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾ ഇതൊന്നും ബാധിക്കുകയില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് മണിയാശാൻ പറഞ്ഞെങ്കിലും മണിയാശാൻ ഉള്ളിലൊരു അസ്ഥിത പോലെ. പിന്നെ അല്ലാണ്ട് കൂടെ നിൽക്കാത്തവരെ അധിക്ഷേപിച്ചില്ലെങ്കിൽ, ഭീഷണിപ്പെടുത്തിയില്ലെങ്കിൽ, ചീത്ത വിളിച്ചില്ലെങ്കിൽ അതെങ്ങനെ ശരിയാവും? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നല്ലതല്ലേ? രാജേന്ദ്രൻ തത്തുപോയെന്ന രാജേന്ദ്രന്റെ പായത്തിന് പിടിച്ചു കിട്ടുകയല്ലേ? ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം വേണ്ടി അങ്ങനെ കഴിഞ്ഞിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആനുകൂല്യം വാങ്ങി പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് മണിയാശാൻ. ഇതൊക്കെ ശരിക്കും കൊലവിളി പ്രസംഗല്ലേ? ഇതിനെതിരെ നിയമ നടപടി എടുക്കണ്ടേ? ഇതിനെതിരെ കേസെടുക്കണ്ടേ? അങ്ങനൊന്നും ആലോചിക്കരുത്. അറിയാലോ, ഇത് മണിയാശാനാണ്. മണിയാശാൻ ഇതൊന്നും ബാധകല്ല. ഇതൊക്കെ ഒരു നാടൻ സ്റ്റൈലാണ്. നീ എന്താ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. പാർട്ടിയെ ചതിച്ച് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ തീർത്ത് കളയണം. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എൻ്റെ ശൈലിയല്ല. അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. മണിയാശാനെ സ്വാഭാവികമായും മണിയാശാന്റെ ചില പ്രവർത്തനവും ശൈലിയും ഒക്കെ കേരളീയ സമൂഹം പൊതുവെ മണിയാശാൻ എന്താ പറയുന്നത്, വലിയ കാര്യമുള്ള കാര്യം നോക്കണമില്ല. കണ്ട ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? പാർട്ടി മാറിയ S. രാജേന്ദ്രനെ തീർത്ത് കളയണമെന്ന് മണിയാശാൻ പറഞ്ഞതിൽ ഒരു തെറ്റൂല എന്നാണ് പാർട്ടി പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ലേ സഖാവേ? രാജേന്ദ്രൻ ഇപ്പൊ രാഷ്ട്രീയ വഞ്ചന കാണിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പരാമർശം ഉണ്ടാകുക സ്വാഭാവികമാണ്. അതിനപ്പുറം മറ്റു വേറെ വ്യത്യസ്തമായതൊന്നും ഞങ്ങൾ കാണുന്നില്ല. മണിയാശാനെ സ്വാഭാവികമായും മണിയാശാന്റെ ചില പ്രവർത്തനവും ശൈലിയും ഒക്കെ കേരളീയ സമൂഹം പൊതുവെ മണിയാശാൻ എന്താ പറയുന്നത്, വലിയ കാര്യമുള്ള കാര്യം നോക്കണമില്ല. മണിയാശാന്റെ സംസാരം 100% ക്ലീൻ എന്നാണ് വർഗീസ് സഖാവിന് അഭിപ്രായം പറയാനുള്ളത്. അല്ല, ആരോട് ഈ അഭിപ്രായം ചോദിക്കണത്? ഇലക്ഷൻ 8 നിലയിൽ പാർട്ടി പൊട്ടി നിന്നപ്പോ പെൻഷൻ വാങ്ങിയവരെ മുഴുവനും മണിയാശാൻ അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോ ചിരിച്ചോണ്ടി കേട്ട് നിന്ന വർഗീസ് സഖാവിനോട് നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്നാളോ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. അതിന്റെ പേര് ഇതുമാതിരി പറപ്പ് പണിയെന്ന് പറയും. അപ്പൊ പാർട്ടി മാറാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പോലീസ് സുരക്ഷയോ ഒരു പട്ടാള സുരക്ഷയോ ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഇറങ്ങുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. ഞങ്ങള് പണ്ട് ചെയ്യാൻ പഠിച്ച കാര്യങ്ങളല്ല, ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും പണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്ന് പുള്ളി പറഞ്ഞതിന്റെ ആ ഒരു ഉദ്ദേശം എന്തായിരിക്കും? അല്ല, പണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പണ്ടേ ചെയ്തിട്ടുണ്ടെന്ന് പണ്ട് തന്നെ മൂപ്പര് മനസ്സ് തുറന്നിട്ടുണ്ടല്ലോ. ഞങ്ങളൊരു 13 പേര് 1 2 3 4 ആദ്യത്തെ 3 പേരെ ആദ്യം കൊന്നു. വെടിവെച്ചാ കൊന്ന ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തനിക്കൊന്നു. പാർട്ടി നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ച് എണ്ണി പറയുന്നതാണ് ആ കേൾക്കണത്. ഈ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി നിന്നിട്ടുള്ള പലരെയും നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട്. ഒന്നാം പേര് തന്നെ ആദ്യം വെടിവെച്ച്, രണ്ടാം പേര് തന്നെ രണ്ടാമത് തനിക്കൊന്നു, മൂന്നാം പേര് തന്നെ മൂന്നാമത് കുത്തിക്കൊന്നു. അതോടുകൂടി കതറ് വലിച്ചിട്ടേച്ച് കോൺഗ്രസുകാർ അവിടെ തോളിയിട്ടു.
പണ്ട് ചെയ്ത കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ഒരു മടിയില്ലാന്ന് മണിയാശൻ പറഞ്ഞു നടക്കുന്ന സ്ഥിതിക്ക് ഇനിയും ഇങ്ങനെ ഇരിക്കണത് എന്റെ ആരോഗ്യത്തിന് പന്തികേടാണെന്ന് തോന്നുന്നു. എന്നാ ശരി, വേറൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ കാണാം. ടാറ്റാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.